ഹായ് എവറി വൺ, ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് പേഴ്സണൽ ഹൈജീൻ ടിപ്സിനെ പറ്റിയിട്ടാണ്, എസ്പെഷ്യലി ഫോർ ഗേൾസ്. ഇതിനകത്ത് ബാഡ് ഓർഡർ, അതുപോലെ തന്നെ വജൈനൽ ഇച്ചിങ്, അതുപോലെ തന്നെ സ്കിൻ പീലിംഗ് ഓഫ്, അതുപോലെ തന്നെ ഹെയർ റിമൂവൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഐ എം ശില്പ, ഐ എം എ ബ്യൂട്ടി, ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ഹിയർ ഓൺ യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും പ്ലീസ് കൺസിഡർ ഷെയറിങ് ആൻഡ് ഓൾസോ ലൈക്ക് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ബാഡ് ഓർഡർ. നമ്മൾ ഒരാളെ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരാളുടെ അടുത്ത് ഫസ്റ്റ് ടൈം കാണുന്ന സമയത്തോ നമ്മൾ എങ്ങനെ സ്മെല്ല് ചെയ്യണോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പലരും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യും. പക്ഷേ എന്തൊക്കെ യൂസ് ചെയ്താലും ചിലവരുടെ ബോഡിയിൽ ആ ഒരു സ്മെല്ല് എപ്പോഴും ഉണ്ടാവും. എസ്പെഷ്യലി വിമണിന് അണ്ടറാം നമ്മൾ ഹെയർ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് നല്ല പൊട്ട സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു അലം വാങ്ങുക. അലം എന്ന് പറയുന്നത് പണ്ട് ഈ പറഞ്ഞ പോലെ ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഷേവ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഇത് ജസ്റ്റ് വെള്ളത്തിൽ നനച്ചിട്ട് നിങ്ങൾ അണ്ടർആംസിൽ അപ്ലൈ ചെയ്യുക. രാവിലെ അപ്ലൈ ചെയ്ത ഫുൾ ഡേ നിങ്ങൾ സ്മെൽ ഫ്രീ ആയിട്ട് നടക്കും. ഐ ക്യാൻ ഗ്യാരണ്ടി യു, ബിക്കോസ് ഞാനിതൊരു 2-3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചില ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരും ഇത് യൂസ് ചെയ്തിട്ട് അവർക്കും നല്ല റിസൾട്ട്സ് വന്നിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ബോഡി ഷേവ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആഫ്റ്റർ ഷേവ് ആയിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കുറേ എലിമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ആ ഒരു ആൻറ്റി ബാക്ടീരിയ അല്ല, ബാക്ടീരിയയുടെ ആ ഒരു പ്രൊഡക്ഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ അതിനെ കൊല്ലാനും അത് ഉണ്ടാക്കുന്ന ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുത്താനും അതുപോലെ തന്നെ ഇച്ചിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പൊട്ടിയിട്ടുള്ള സ്ഥലത്തൊക്കെയാണ് നിങ്ങൾ ഷേവ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത്, നന്നായിട്ട് നീറും. പക്ഷേ നിങ്ങൾ അതുപോലെ തന്നെ അണ്ടർആം വാക്സ് ചെയ്തിട്ടൊന്നും അപ്പം തന്നെ അപ്ലൈ ചെയ്യരുത്, കാരണം നന്നായിട്ട് നീറും. ഒരു എന്താ പറയുക, ആൻറ്റി ആസ്പിരൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടത്. ഇതിന് ഇപ്പോൾ ഒരു 45 റുപ്പീസൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ ലോക്കൽ കടകളിലൊക്കെ കിട്ടും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം. ഞാൻ ലിങ്ക് ഒക്കെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈജീൻ ടിപ്സ് പറയണതിൻ്റെ ഒപ്പം തന്നെ ഗ്രൂമിങ് ടിപ്സും ഉള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതും ഭയങ്കരമായിട്ട് നമ്മളെ ഒരാൾക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും, നമ്മൾക്ക് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ അടുത്ത് മേടിച്ചൊരു ബാഗാണിത്. ഇതിൻ്റെ അകത്താണ് ഞാൻ അപ്പം എൻ്റെ കൂടുതൽ സാധനങ്ങളും കൊണ്ടുപോകണേ. അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് എൻ്റെ കൂടെ ക്യാരി ചെയ്യുക എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ഗ്രൂമിങ് ടിപ്സ് ആയിട്ടും കൂടെ നിങ്ങൾക്ക് കണക്ക് കൂട്ടാം, കാരണം പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് ഇത് വന്നിട്ട് ഒരു പെർഫ്യൂമാണ്, മിനി പെർഫ്യൂമാണ്. ആക്ച്വലി നമ്മൾ പുറത്ത് പോകുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണ് സ്മെല്ല് ചെയ്യുക നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്നൊരു അർജൻസി വന്നാൽ നമുക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ് ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഈ ഒരു ലിപ് ബാമാണ്. ഇതൊരു പ്ലംപിംഗ് ലിപ് ബാമാണ്, ലിപ് ഗ്ലോസ് ആണ്. അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ലിപ്സ് എപ്പോഴും കളേർഡായിട്ടിരിക്കാനാണ് ഇഷ്ടം, കാരണം നമ്മളെ കുറച്ച് പുട്ടുകതറായിട്ട് ഇരിപ്പിക്കാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അടുത്തത്. പിന്നെ ഉള്ളത് വേറൊരു ലിപ്സ്റ്റിക് ആണ്. ഇത് വന്നിട്ട് ലമേൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് ആണ്, മറ്റേത് ലിപ് ഗ്ലോസ് ആണ്, ഇതൊരു ലിപ്സ്റ്റിക് ആണ്. പിന്നെ ഉള്ളത് സ്ക്രഞ്ചി. നമുക്ക് എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഹെയർ തോന്നിയ പോലെ ബിഹേവ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരു സംഭവമാണ് സ്ക്രഞ്ചീസ് എന്ന് പറയുന്നത്. എന്തായാലും നോക്കാം. ടിഷ്യൂ പേപ്പർ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ എല്ലായിടത്തും പോയി ഫുഡ് കഴിച്ചു, നമുക്കിപ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്യണം, അതുപോലെ സ്വെറ്റ് ചെയ്തു, ഇപ്പോൾ നല്ല ചൂടുണ്ട്, അപ്പോൾ സ്വെറ്റ് ചെയ്തു എന്നൊക്കെ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പേഴ്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൂടെ വെക്കാവുന്നൊരു സംഭവമാണ്. വലിയ വിലയൊന്നുമില്ല, 30 രൂപയ്ക്കൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു പാക്കറ്റ്സ് ഒക്കെ കിട്ടും. പിന്നെ എന്തായാലും നോക്കാം. പിന്നെ ഉള്ളത് ഒരു ഹാൻഡ് ക്രീമാണ്. കാരണം കൈ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഹാൻഡ്സ് അതൊക്കെ ഒരുമാതിരി നെഗറ്റീവ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും കൊണ്ട് നടക്കാവുന്ന ഒരു സംഭവമാണ്. ഇത് ഭയങ്കര കുട്ടി പീക്കിരി പാക്കറ്റാണ് കേട്ടോ. ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ ആണ്. പിന്നെ ഉള്ളത് എൻ്റെ ഒരു വാലറ്റാണ്. വാലറ്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ പൈസ ഇല്ല, ഇതിനകത്ത് പൈസയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതിനകത്ത് എൻ്റെ കാർഡുകളുണ്ട്. നമ്മളെങ്ങാനും എല്ലായിടത്തും കാണാണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് നമ്മുടെ വാലറ്റ്. അപ്പം അതിനകത്ത് നമ്മുടെ കാർഡ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് ലിപ്സ്, ഡ്രൈ ലിപ്സ് ഇസ് എ നെഗറ്റീവ് പോയിന്റ് ഓൾവേസ് ഫോർ മീ. ആൻഡ് എനിക്കത് ഭയങ്കര ഡ്രൈ ആയിട്ടിരുന്ന എനിക്കൊന്നിനും പറ്റില്ല. എനിക്ക് ഭയങ്കര മൊത്തം എന്നെ ഒരു കെട്ടിയിട്ട പോലത്തെ ഫീലൊക്കെ വരും. അപ്പോൾ ഞാൻ എപ്പോഴും ക്യാരി ചെയ്യുന്ന ഒന്നാണ് ലിപ് ബാം എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ലനേജിൻ്റെ ഒരു ലിപ് ബാമാണ് കേട്ടോ. പിന്നെ എന്തായാലും നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനലി ഐ ഹാവ് എ പെൻ. നമ്മൾ പുറത്ത് പോയണമെങ്കിൽ നമുക്ക് സൈൻ ചെയ്യണം. എൻ്റെ സൈനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വല്ലതൊക്കെ ആവശ്യം വരും. പെന്നൊക്കെ എപ്പോഴും ആവശ്യം വരും, എന്ത് എഴുതാൻ അറിയാം. അപ്പോൾ അങ്ങനെ അതാണ് ഈ ഒരു കുട്ടി ബാഗിനകത്തുള്ളത്.
ഇത് വന്നിട്ട് സൂക്കിന്റെ ആണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്. എൻ്റെ കയ്യിൽ സൂക്കിന്റെ ധാരാളം ബാഗ്സ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കൂപ്പൺ കോഡ് അടക്കാം. നിങ്ങൾക്ക് സൂക്കിന്റെ ഏത് ബാഗ് വാങ്ങിയാലും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും, 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ബിക്കോസ് ദ വേ വി ലുക്ക് ഡിഫൈൻസ് ദ വേ വി ആർ ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. സോ ലെറ്റ്സ് ഗോ ബാക്ക് ഇൻ ടു ദ വീഡിയോ. അടുത്ത് വന്നിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വജൈനൽ ഹെയർ റിമൂവൽ. ഇത് പലവർക്കും ഒരു ഇറിറ്റേറ്റിങ്ങും ഭയങ്കര ക്ലംസി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. കാരണം ചിലവർ ഹെയർ ലെങ്ത് കട്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് പോയി ഷേവ് ചെയ്യും. അപ്പം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ റേസർ ബംസ് വരെ ഒന്ന് ഭയങ്കര ഇച്ചിങ് ഉണ്ടാവും, സ്കിന്ന് ഹീലാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് ഒരു ട്രിമ്മർ വാങ്ങുക. ഇങ്ങനത്തെ ട്രിമ്മേഴ്സ് വന്നിട്ട് ഇത് അഗാരോൻ്റെ ഒരു ട്രിമ്മറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ട്രിമ്മർ വേണമെങ്കിലും വാങ്ങാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഞാൻ വാങ്ങാൻ റീസൺ ഇതൊരു അഫോർഡബിൾ വന്നായിരുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ പല പല ഹെഡ്സ് വരുന്നുണ്ട്. ഇത് ഫേസിലത്തെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ലോങ് ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു ഐബ്രോ റിമൂവ് ചെയ്യാനുള്ളതും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സംഭവങ്ങൾ ഇത് രണ്ടുമാണ്. അപ്പോൾ നിങ്ങൾ ലോങ് ഹെയർ ആണെങ്കിൽ ആദ്യം ഇത് അറ്റാച്ച് ചെയ്തിട്ട് ലോങ് ഹെയർ റിമൂവ് ചെയ്തിട്ട് അതിനുശേഷം ഒരു സിംഗിൾ ബ്ലേഡ് റേസർ വെച്ചിട്ട് റിമൂവ് ചെയ്യുക. സിംഗിൾ ബ്ലേഡ് റേസർ എന്തുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ 6 ബ്ലേഡൊക്കെ ഉള്ളത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ ഉള്ള ഫ്രിക്ഷൻ കൂടാനും സ്കിൻ പീലാക്കാനും അതുപോലെ തന്നെ വേറെ വല്ല പ്രശ്നങ്ങൾ വരുത്താനുള്ള ചാൻസസ് കൂടുതലാണ്. ചെയ്യേണ്ടതെന്നല്ല, അപ്പോൾ ഒരു സ്മൂത്ത് ഷേവ് നിങ്ങൾക്ക് കിട്ടും. സിംഗിൾ ബ്ലേഡാണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സ്മൂത്ത് ഷേവ് നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു പ്രൊട്ടക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുക. ഹെഡ് മാറ്റുക. നിങ്ങൾക്ക് എന്ത് ട്രിമ്മർ വേണമെങ്കിലും വാങ്ങിക്കാം. മെൻസിൻ്റെ ട്രിമ്മറും കിട്ടും, അതും നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിമ്മർ, റേസർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആരായിട്ടും ഷെയർ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അതിലുള്ള ബാക്ടീരിയാസ് സ്പ്രെഡ് ആവാനും അപ്പുറത്തുള്ള സ്കിൻ ഡിസീസ് ഇപ്പുറത്തേക്ക് വരാനും ഇപ്പുറത്തുള്ള സ്കിൻ ഡിസീസ് അപ്പുറത്തേക്ക് പോകാനും ഉള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ചില സമയത്ത് നമ്മുടെ പാൻറ്റീൻ്റെ എലാസ്റ്റിക് കാരണം നമ്മുടെ സ്കിൻ അതിൻ്റെ ഇടയിലുള്ള ഇടുക്കിലൊക്കെ ഉള്ള സ്കിൻ പെട്ടെന്ന് തൊലി പോകാനും നമുക്കത് കാരണം നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. റാഷസ് വരുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണിത്. ഇത് വന്നിട്ട് കാൻഡിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമാണിത്. ഞാൻ ഉപയോഗിച്ച ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വേറെ എവിടെയെങ്കിലും മുറിഞ്ഞാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ സ്കിൻ പോണ സമയത്ത് ഇത് കുറച്ച് ഇൻറ്റിമേറ്റ് ഏരിയയിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും. ഇത് ഏത് ഡ്രഗ് സ്റ്റോറിൽ പോയാലും കിട്ടും, മെഡിക്കൽ ഷോപ്പിൽ പോയാലും കിട്ടും. എൻ്റെ ബാഗിനകത്ത് ഇട്ടിട്ടാണ് എൻ്റെ തൊലിയൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ട്രാവൽ ചെയ്യാണ്, ഇത് എപ്പോഴാണ് വരിക നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ പലതിട്ട് കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കൂടെ ക്യാരി ചെയ്യുക ട്രാവലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ ഹെയർ റിമൂവലാണ്. ഫേഷ്യൽ ഹെയർ റിമൂവലിൻ്റെ പ്രധാന പ്രശ്നം, ഞാൻ സ്കിന്നിൽ ലേസറൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ എന്നിട്ട് പോലും എൻ്റെ ഹെയർ ഗ്രോത്ത് വീണ്ടും വരാൻ തുടങ്ങി. ഈവൻ എനിക്ക് എൻ്റെ ഫുൾ സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. പക്ഷേ അതൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഹെയർ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഷേവ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ട്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് റേസർ ബംസ് വരിക. അതിപ്പോൾ ബോഡിയിലാണെങ്കിലും വരും. എനിക്കിപ്പോൾ ഇവിടെയൊക്കെ റേസർ ബംസ് വന്നിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം കാണേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ സ്കിൻ പ്രോപ്പർലി സ്ക്രബ്ഡ് അല്ല, ഡെഡ് സെൽസ് റിമൂവ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ അത് ബ്ലേഡ് പോകാനും അതുപോലെ തന്നെ ഹെയർ അതായത് താഴത്തോട്ട് വളരാനുള്ള ചാൻസസും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇൻഗ്രോൺ ഹെയർ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഫേസൊക്കെ ഷേവ് ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ പീലിംഗ് സൊല്യൂഷൻ, അതിപ്പോൾ കാണിച്ചു തരുന്ന ഒരു ഡെർമാക്കോ, ഇപ്പോൾ ഞാൻ അവിടെ പിക്ചർ കൊടുക്കാം, അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫേഷ്യൽ റിമൂവ് കെമിക്കൽ പീലിങ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, പീലിംഗ് സൊല്യൂഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് അകറ്റാനായിട്ട് പറ്റും. ഡെഡ് സെൽസ് അങ്ങനെ റിമൂവ് ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ ഫിസിക്കൽ എക്സ്ഫോലിയൻസ് ലൈക്ക് ഷുഗറോ അങ്ങനെ എന്നിട്ട് ഫേസിലിട്ട് സ്ക്രബ് ചെയ്യാണ്ടിരിക്കുക. അത് കുറച്ചും കൂടെ സ്കിന്നിനെ ടയർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴും കുറച്ച് കെമിക്കൽ പീലിംഗ് സൊല്യൂഷൻസ് പോലത്തെ ഉള്ളത് ലൈറ്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കുറച്ചും കൂടെ സ്മൂത്തർ ആവാനും കുറച്ചും കൂടെ നല്ല ബ്രൈറ്റർ ആവാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഷേവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഫേസിൻ്റെ ഇങ്ങനെ ഷേവ് ചെയ്യരുത്. ഇങ്ങനെ ഷേവ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഗ്രോൺ ഹെയർ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ആദ്യം നിങ്ങൾ ഡൗൺവേർഡ് ഷേവ് ചെയ്തിട്ട് പിന്നെ അപ്വേർഡ് ഷേവ് ചെയ്യണം. അപ്വേർഡ് ഷേവ് ചെയ്യണത് ഭയങ്കര
ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ്, ഭയങ്കര തിക്ക് ഹെയർ ആണെങ്കിൽ മാത്രമാണ്. കാരണം ഇങ്ങനത്തെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കൂടുതലും ബേൺസ് വരാനും കട്ട്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ തന്നെ നല്ല ഒരു ആഫ്റ്റർ കെയർ നിങ്ങൾ വന്നിട്ട് ചെയ്യേണ്ട പലം യൂസ് ചെയ്യേ. ഞാൻ യൂസ് ചെയ്യുന്നത് കോസറക്സിൻ്റെ സ്നെയിൽ മ്യൂസിനാണ് ആഫ്റ്റർ ഷേവ് ആയിട്ട് എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്യണത്. കാരണം അപ്പോൾ ഒരു ഇൻഫ്ലമേഷൻ വരാണ്ടിരിക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന 2-3 ഷേവേഴ്സ്, ഇത് വന്നിട്ട് കാർമീസിയുടെ റേസറാണ്. ഇത് വന്നിട്ട് ഞാൻ മിനീസോന്ന് മേടിച്ചിട്ടുള്ള ഒന്നാണ്. ഇതൊക്കെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ കണ്ടോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റേസേഴ്സ് നിങ്ങൾക്ക് ഫേസിൽ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ കട്ട്സും മൂൺസും വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഫേസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയത് ഇങ്ങനത്തെ ഹെയർ റിമൂവർ ട്രിമ്മേഴ്സാണ്. ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കവറിങ് തരും. ഇത് ആരോടെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഹെഡ് വരെയാണ്, ഇതിങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഹെയർ ഒക്കെ എടുത്ത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് ചാർജബിളും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ട്രിമ്മർ ആണെങ്കിൽ ഹാൻഡിയാണ്. നിങ്ങളിപ്പോൾ ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈസിലി ഹെയർ ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ബോഡി ഹെയർ റിമൂവൽ. ഇപ്പോൾ ഞാൻ പറയണത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ചിലവർക്കത് ചെയ്യണം എന്നുണ്ടാവും, ചിലവർക്കത് ചെയ്യേണ്ടെന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഹെയർ ഭയങ്കര സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രാൻഡ് ചൂസ് ചെയ്യുക. ഇത് വന്നിട്ട് ലെറ്റ് ഷേവ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. ഞാൻ വീനസിൻ്റെ ഭയങ്കര ട്രെൻഡിങ് ആണ്. പക്ഷേ വീനസിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ട് എപ്പോൾ യൂസ് ചെയ്താലും എൻ്റെ സ്കിൻ മുറിയും. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എപ്പോൾ യൂസ് ചെയ്താലും എൻ്റെ സ്കിൻ അപ്പം മുറിയും. അത് പലർക്കും ഉണ്ടാവുമായിരിക്കാം ആ ഇഷ്യൂ. പല ഇൻഫ്ലുവൻസേഴ്സും പറയുന്നത് വീനസിനെ പറ്റിയിട്ടാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ലെറ്റ് ഷേവ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെ പറ്റിയിട്ടാണ്. ഹെഡ്സ് എപ്പോഴും ഞാൻ ലെറ്റ് ഷേവിൻ്റെയാണ് വാങ്ങിക്കുന്നത്. എൻ്റെ ബോഡി ലെറ്റ് ഷേവിൻ്റെ തന്നെയാണ്. പല വേരിയൻസ് ഉണ്ട്, വില കൂടിയതുണ്ട്, വില കുറഞ്ഞതുണ്ട്. ഇതിൻ്റെ ഇവിടെ കുറച്ച് ഇങ്ങനെ സോപ്പി ആയിട്ടുള്ള ടെക്സ്ചറും കൂടി വരും നിങ്ങൾ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ. ഇതിൽ 6 ബ്ലേഡ്സ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഷേവ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ടൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടും. അത് മാത്രമല്ല, ചില സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഉപയോഗിക്കുന്ന സമയത്ത് റേസർ ബേൺസ് വന്നിട്ടും നിങ്ങളിങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ ഹെയർ ഗ്രോത്ത് വരാനും വീണ്ടും ഹെയർ ബംസ്, അതായത് റേസർ ബംസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചാൻസ് എടുക്കണ്ട, വേഗം പോയിട്ട് ഒരു ഹെയർ റിമൂവൽ പൗഡർ മേടിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നില്ല. എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം എന്താ പറയുക ഭയങ്കര പൊട്ട സ്മെല്ലുള്ള ഒന്നാണ്. അത് ഞാൻ ലിങ്ക് ചെയ്യണില്ല. ഞാൻ വേറെ ഏതെങ്കിലും നല്ല ബ്രാൻഡ് ലിങ്ക് ചെയ്യാം. ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, അത് ലിങ്ക് ചെയ്യാം. ഇതും വർക്കാവട്ടോ, പക്ഷേ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര പോക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനത്തെ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ആ ഒരു ഫ്രിക്ഷൻ വരുത്താണ്ട് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതൊക്കെ മര്യാദയ്ക്ക് പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. എപ്പോഴും വരുത്തുന്ന ഒരു പ്രശ്നം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി പ്രോപ്പർലി സ്ക്രബ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സ്ക്രബിങ് ഗ്ലൗസോ അല്ലെങ്കിൽ ഷുഗറോ സോൾട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾ ഷേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്മൂത്തർ ഷേവും റേസർ ബംസ് ഇല്ലാത്ത ഒരു സ്ട്രോബെറി ലെഗോ അല്ലെങ്കിൽ സ്ട്രോബെറി സ്കിന്നില്ലാത്ത ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്കിന്നിനെ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു കുട്ടി പിക്കിൻ്റെ വീഡിയോ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഗേൾസിന് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനോ അനിയത്തിമാർക്കോ ചേച്ചിമാർക്കോ അമ്മമാർക്കോ ആർക്കാച്ച് ഷെയർ ചെയ്യുക. ഇത് പലർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു പല കാര്യങ്ങളും ഞാൻ പണ്ട് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓൾസോ എല്ലാം പറഞ്ഞ കാര്യങ്ങളുടെ ലിങ്കുകളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ പോയി ചെക്കൗട്ട് ചെയ്യുക. യെസ്, ഐ വിൽ ബി ബാക്ക് വിത്ത് another video very very soon. Till then, this is Michelle signing off and take care. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, go.